ചായ. ചേട്ടാ സജി എന്തിയെ? അവൻ പണിക്ക് പോയി. അവന് പണി കിട്ടിയ? പിന്നെ പഴയ പണി തന്നെ, തെക്കോടൊക്കെ തെണ്ടി കിടപ്പ്. നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം കൂടി ഏതാണ്ട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. ട്രോഫി അല്ല, ട്രോഫി ട്രോഫി. ആരൊക്കെ അടിച്ചേ? രമേശന് 70, ബാബുക്കുട്ട 30, ഞാൻ 36. നോട്ട് ഔട്ട്. മാന്റിലെ നീ ഒന്നും അടിച്ചില്ലേടാ? പിന്നെ ഡെക്കായിരുന്നു. അത് കള്ളയിൽബിയായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞാ മതി. നീ വിരമിക്കാറായി മാൻഡിലെ, ഇതും കൂടെ കൂട്ടി 4ാമത്തെ ഡെക്കാ. വിരമിക്കാൻ സമയമാകുമ്പോ ഞാനങ്ങ് പറയും. ചേട്ടാ ഒരു 11 ചായയും ബോണ്ടേ. മൈസൂരായിട്ട് അവിടെ തന്നെ നിൽക്കുവാണോ? സജി വെറുതെ നിൽക്കാതെ പോയി അച്ഛനെ സഹായിക്കടാ. ചെല്ലു തയ്ച്ചേട്ടാ. ഗോപാലൻ നായരുടെ പ്രാർത്ഥന കൊണ്ട് പപ്പൻ ഗൾഫിൽ പോയി. നിങ്ങളിങ്ങനെ നടന്ന സജി കത്തുണ്ട്. പ്രേമലേഖനം വല്ല ആണോടാ? പഞ്ചാരക്ക് കുറവൊന്നുമില്ല. പഴയ എഞ്ചിനല്ലേടാ? അതെ അതെ അതെ. ആമ്പേർ കൂടും. ഓ രമേശ, പപ്പേട്ടന് 100 ആയിസാ. തല്ലിക്കൊന്നാലും ചാവൂല. ദേ കത്ത്. പപ്പേട്ടന്റെ കത്തോ? പ്രിയപ്പെട്ട സജിയും കൂട്ടുകാരും വായിച്ചറിയുവാൻ പപ്പേട്ടൻ എഴുതുന്നത്: ഞാനിവിടെ എത്തി, എനിക്കിവിടെ സുഖം തന്നെ. ജോലിക്ക് കയറി, മുറിയിൽ AC ഉണ്ട്. ആഹാ, അത് കൊള്ളാം. പക്ഷേ പുറത്ത് പൊരിഞ്ഞ ചൂടാ. എന്നാലും ഈ മണൽക്കാട്ടിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചവരെ സമ്മതിക്കണം കേട്ടോ. ലോകത്തിൻ്റെ സകലമാന സ്ഥലത്ത് നിന്നും ഇവിടെ ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികളാണെന്ന് തോന്നുന്നു. അവിടെ എന്താ വിശേഷം? സത്യത്തിൽ നമ്മുടെ നാടിനേക്കാൾ നല്ലൊരു സ്ഥലം ഈ ലോകത്ത് ഒരിടത്തും കാണില്ലടാ. നമ്മുടെ നാട്ടിലെ പറമ്പുകളും കുളങ്ങളും പച്ചപ്പും ഒക്കെ സ്വർഗം തന്നെടാ. പിന്നെ ക്രിക്കറ്റ് ടൂർണമെന്റുകളൊക്കെ എങ്ങനെയുണ്ട്? വിക്ടറി ക്ലബിന്റെ ടൂർണമെന്റിന് പോയിട്ട് എന്തായി? ദേ ഒരു കറുത്ത പാട് കണ്ടോ? എന്നെ ഇപ്പം ഇവിടെ വെച്ച് കടിച്ച കൊതുകിനെ തല്ലിക്കൊന്ന് തേച്ചു വെച്ചിരിക്കുന്നതാ. ഗൾഫിലും കൊതുകുണ്ട്. രമേശ, നിന്റെ മഞ്ജുള എന്ത് പറയുന്നടാ? ഈ മാൻഡിലിന് ഇപ്പൊ കള്ളക്കളി ഉണ്ടോ? അതേ ഉള്ളൂ. ബാബുക്കുട്ട, വർക്കിച്ച, മണി, നവാസെ, പ്രഹ്ലാദ, അവിടെ വിഷു ആയില്ലേ? മറുപടി അയക്കണം. ബാക്കി എല്ലാ വിശേഷങ്ങളും അടുത്ത കത്തിൽ. കത്ത് ചുരുക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം പപ്പൻ. നിന്നെ ഒരു എഞ്ചിനീയർ ആയിട്ട് കാണാൻ എന്തോരം കൊതിച്ചതാ അച്ഛൻ. ആ പാവം ദണ്ണം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയത്. അതിനിപ്പോ പാസ്സായില്ലമ്മേ. അയ്യോ, വലിയ കേമായി പോയി. ഇല്ലാത്ത കാശ് മുടക്കി ബുക്കും പുസ്തകവും കണാകുണായും ഒക്കെ മേടിച്ചു തന്ന് നിന്നെ പഠിപ്പിച്ചതേ 3ാം ക്ലാസ് മേടിക്കാനാണല്ലോ. കൊള്ളാവുന്ന ഏതെങ്കിലും കോളേജിൽ ചേരാൻ പറ്റുവോളാ നിനക്ക്? കാശ് കൊടുത്ത് കോളേജിൽ ചേർക്കാൻ അച്ഛന്റെ ഈ പണം അങ്ങ് അടുക്കി വെച്ചേക്കുവാണല്ലോ. ഈ മുടിഞ്ഞ കളി കാരണമേ. അതെങ്ങനെയാ? നേരം വെളുത്ത കമ്പും കൊലട്ട് ഇറങ്ങിക്കോളും. ഈ വലിയ കേമറിന് ജയിച്ചതിന്റെ 10ാം ക്ലാസ് പാസ്സായില്ലല്ലോ. അവക്ക് പഠിക്കാൻ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നിനക്കത് കൂടിപ്പോയതിന്റെ കുഴപ്പമാണല്ലോ. ഞാൻ പോവാ അങ്ങോട്ടെങ്കിലും. പോടാ, പോയി പന്ത് കളിക്ക്. അയ്യോ പപ്പേട്ടൻ. എന്തായി? തന്ന നമ്പറിലെല്ലാം വിളിച്ചു നോക്കി, രക്ഷയില്ല. ഈ സദ്ദാം ഹുസൈനെ വളർത്തിയതും അമേരിക്ക തന്നെയാ. പിന്നെ എല്ലാം എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ലേ? അത് തന്നെ. നമ്മുടെ ഗോപാലൻ നായരുടെ മകൻ പപ്പന്റെ വിവരമല്ലോ അറിഞ്ഞോ? പപ്പേട്ടൻ വന്നോ? പപ്പേട്ടൻ വന്നു.
അതെ, പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ? അല്ല, ഈ കമ്പൈൻ സ്റ്റഡി ആകുമ്പോഴേ ഒരു ഇതുള്ളൂ. ഉം. കണ്ടോ, 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ വിഷമവനുണ്ട്. PDCക്ക് എങ്കിലും നല്ല മാർക്ക് വാങ്ങിക്കാനേ കഷ്ടപ്പാട്. അവൻ ശ്രമിക്കുന്നുണ്ടടി. ഇതായിരുന്നു ഞങ്ങളുടെ കമ്പൈൻ സ്റ്റഡി. എൻ്റെ പ്രീ ഡിഗ്രി പരീക്ഷയുടെ സമയത്തായിരുന്നു 92-ലെ വേൾഡ് കപ്പ്. ന്യൂസിലൻഡിലായിരുന്നു കളി. വെളുപ്പിന് 3 മണിക്കായിരുന്നു നമ്മുടെ ഇവിടെ സംപ്രേഷണം. പക്ഷെ ആ വേൾഡ് കപ്പിൽ നമ്മൾ 8 നില പൊട്ടി. ഫൈറ്റേഴ്സ് ടീമിനെ സെമിഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ക്രിക്കറ്റ് ടീം ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. നാളെ രാവിലെ ഫൈനലിൽ ഫ്രണ്ട്സ് 11 ചാമ്പ്യൻസ് 11 ഏറ്റുമുട്ടുന്നു. ഫൈനൽ വിജയികൾക്ക് ഓവറോളിംഗ് ട്രോഫിയും 5000 രൂപ ക്യാഷ് അവാർഡും. പപ്പേട്ടന് എപ്പോഴാണ് ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് തോന്നണം. കവലയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് പുള്ളിക്ക്. നമ്മൾ ഈ മാച്ച് ജയിച്ച് കിട്ടുന്നത് 1-2 രൂപയല്ല. ആ കാശെങ്കിലും പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ പകുതി കൊടുക്കാനെങ്കിലും ഉപകരിക്കും. അതെ അതെ. എടാ, ആ ബിജു എന്ത് അവൻ നാളെ ഫൈനൽ കളിക്കാൻ വരില്ലേ? ആ ഇല്ലെന്നാ കേട്ടത്. എൻ്റെ കയ്യിൽ ഒരാളുണ്ട് കേട്ടോ. നിന്റെ കയ്യിലോ? ആ കൊണ്ടുവാ. രാവിലെ 8 മണിക്ക് കാണണം കേട്ടോ എല്ലാവരും. എടാ, നാളെ ഞാൻ പറഞ്ഞ ആളെ കൊണ്ട് വന്നേക്കാം കേട്ടോ. ആ കൊണ്ടുപോരെ. കളിക്കാനാ മോനെ, നോക്കിക്കോ. ആ അതെ അതെ, എൻ്റെ പൊന്ന് വർക്കേ, ഇന്നാളെ നീ ഒരുത്തനെ കൊണ്ട് വന്നാ നമ്മുടെ കളി തോപ്പിച്ചത്. ശേ, 8 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. 8:15 ഈ രമേശന് ഇത് എവിടെ പോയി കിടക്കുക? എപ്പോഴും ആദ്യം എത്തുന്ന രമേശനല്ലേ? ആ വിളക്കൂതിയും കാണുന്നില്ലല്ലോ. ദേ വരുന്നു. അതെ, രമേശൻ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ പ്രീ ഡിഗ്രി റിസൾട്ട് വന്നു. അതുകൊണ്ട് അവൻ പൊട്ടി. അപ്പൊ നീ ജയിച്ചോ? അല്ല, ഞാൻ പിന്നെ എല്ലാ പരീക്ഷ എഴുതില്ലല്ലോ. ആ എഴുതിയ കുറെ ജയിക്കും. നമുക്ക് രമേശനെ ഇവിടെ ഇരുന്ന് പോയിട്ട് വരാം. നിങ്ങൾ ചെല്ല്, ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ടാവും. നമ്മളങ്ങോട്ട് വേഗം ചെല്ല്. വർക്കി, നീ ആ പറഞ്ഞ കളിക്കാരനെ വിളിച്ചോണ്ട് പോവാ. അവന്റെ ഒരു ഒടുക്കത്തെ ഒരു ബാറ്റ് മാറിയോ? നിന്റെ ഒരു ക്രിക്കറ്റ് ഇതെന്താ ഈ കാണിക്കുന്നേ? നീ മാറിക്കാം, ഇല്ലെങ്കിൽ നീ മാറിക്കും. 10ാം ക്ലാസ്സിൽ കൊട്ടപ്പടി മാർക്ക് വാങ്ങിയതുകൊണ്ട് കൊള്ളാവുന്ന ഒരു കോളേജിലും കിട്ടിയില്ല. ഇല്ലാത്ത കാശുണ്ടാക്കി പാരറ്റ് കോളേജിൽ വിട്ടു. നീ പഠിച്ചോ? കണ്ട ചന്തപ്പിള്ളേരുടെ പന്ത് കളിച്ച് നടന്ന എങ്ങനെയാ പാസ്സാവുക? കുഴപ്പമാടാ, വാ വിട്ടേക്കാം. ഇപ്പൊ എഴുന്നേറ്റ് ആശം കാണാം. ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണ്ടെന്ന്. പറഞ്ഞേക്കാം. കണ്ടടാ, കണ്ട്. എന്താടാ വിളിച്ചോണ്ട് പോകാൻ വന്നായിരിക്കും കൂട്ടുകാരന്മാര്. മാനം മര്യാദയ്ക്ക് 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടേണ്ട പിള്ളേരെ നശിപ്പിക്കാനായിട്ട് എല്ലാ നാട്ടിലുണ്ടാവും കുറെ വേലയും കൂരില്ല തലവലാദികൾ. തന്നെയോട്ട് രക്ഷപ്പെടില്ല, മറ്റുള്ളവരെയൊക്കെ കുത്തുവാലടിപ്പിക്കുകയും ചെയ്യും. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടന്നേനെ. ഓട്ടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നോണം. ഞാൻ വരാം, പോയിക്കോ. ഇവനൊന്ന് വരുവോടെ? പ്രീ ഡിഗ്രി റിസൾട്ട് വന്നു, ഞാൻ പൊട്ടി. റിസൾട്ട് മണ്ണാങ്കട്ട, നീ വേഗം കളിക്കാൻ പാടുന്നു. ഞാൻ പൊട്ടി. വിട്ടോ, ഞാൻ വന്നോളാം. എടാ ഫൈനലായി, വാ. പെട്ടെന്ന് വന്നേക്കണേ. വരാം. ഞാൻ ഗ്രൗണ്ടിലേക്ക് വന്നോളാം, നിങ്ങൾ ചെല്ല്. പ്രീ ഡിഗ്രി നീ എഴുതാല്ലോ. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു, എന്നിട്ട് ജയിച്ചു. സാറെന്താ കൂട്ടുകാരുടെ കൂടെ തണ്ടാൻ പോകാതെ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? ഇന്ന് ക്രിക്കറ്റ് മാച്ചിനൊന്നും പോകുന്നില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ, ഞാൻ ക്രിക്കറ്റ് കളിയിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. നന്നായി പോയി. പോത്തുപോലെ വളർന്നല്ലോ. ഞാൻ കേട്ടു അച്ഛൻ്റെ നല്ലോണം കിട്ടിയല്ലേ.